ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെയൊക്കെ വയ്യാത്ത കാരണമായിരുന്നു വീഡിയോ ഇടാൻ. ഭയങ്കര തലവേദന, പിന്നെ മേലൊക്കെ ആകെ ഒരു വേദന, ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ടാ. അപ്പോൾ കുറച്ച് പേർക്ക് ഭയങ്കര വിഷമമായി വീഡിയോ ഇല്ലാത്ത കാരണം. പിന്നെ എൻ്റെ ഉമ്മാക്കും അതാ വീഡിയോ ഇല്ല പറഞ്ഞപ്പോൾ ഉമ്മാക്കും ദേഷ്യം വന്നു. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഉപ്പാക്കൊക്കെ എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം ഉമ്മ കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഇടാൻ വയ്യാണ്ടായി എന്ത് ചെയ്യുക. അപ്പോൾ അതാണ് ഇടാഞ്ഞത് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ആ 2 മണി ആ സമയമാകുമ്പോഴേക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ്, വീഡിയോ ഇടാത്ത കാരണേ. സത്യം പറഞ്ഞാൽ എക്കാനിട്ട് ഇതന്നെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടായിരുന്നു അല്ലേ. വീഡിയോ ഇടാണ്ട് ഒരു സുഖമില്ല. കുറച്ച് പേര് എന്നെ അന്വേഷിക്കണവരുണ്ട്, ഇത്തിരി ഇഷ്ടമുള്ളവരിൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മിസ് ചെയ്തുട്ടെ ഞാൻ. എന്നാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും അന്വേഷിച്ചു. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് എടുക്കാനൊന്നും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ദോശയാണ് നമുക്ക്. രാവിലെ ഞാൻ നേരത്തെ നെയ്ച്ചിട്ടൊക്കെ ഉണ്ട്, നേരത്തെ നെയ്ച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് മൊബൈൽ അങ്ങോട്ട് എടുത്തു വീഡിയോ എടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ദോശ ചൂടാട്ടോ. ദോശ വെച്ചെങ്കിലോ എടുത്താലും കിട്ടണില്ല. ഇതിലേ കുറച്ച് ദിവസമായി ദോശ അങ്ങോട്ട് ചുട്ടിട്ടേ, അത് കാരണം അങ്ങോട്ട് എടുത്താൽ പോരുന്നില്ല. പിന്നെ അങ്ങോട്ട് ചുട്ടപ്പോൾ അങ്ങോട്ട് ശരിയായിട്ടാ. പിന്നെ ഒക്കെ അങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് പോരുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇതിൽ മുട്ട പൊരിക്കുകയാണെങ്കിൽ വേഗം എടുത്താൽ കിട്ടും. അപ്പോൾ മുട്ട പൊരിക്കലൊക്കെ കുറച്ച് ദിവസമായിട്ട് കുറവാണ്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണല്ലോ ഇഷ്ടം. ആർക്കൊക്കെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇടട്ടെ. അപ്പം മുബഷിറ മോൾക്ക് എൻ്റെ താത്താടെ അനിയൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ, മക്കളുടെ മദ്രസ സ്കൂളും പിന്നെ മദ്രസയിൽ പരീക്ഷയൊക്കെ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഓണൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവും. പിന്നെ എൻ്റെ ഒരു ഫാമിലി വ്ളോഗാണ്, വീട്ടുവിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. എന്തപ്പോൾ ചെയ്യുക, ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ പുറത്തിറങ്ങണമൊന്നുമില്ലല്ലോ. വീട്ടിലെ ഈ കുക്കിങ്, പിന്നെ വീട്ടിലെ ചെറിയ വിശേഷങ്ങൾ അങ്ങനെ വീഡിയോയിൽ പറയുക, പിന്നെ മക്കളെ കാണിക്കുക, മക്കളുടെ വിശേഷങ്ങളും പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് തട്ടിമുട്ടിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണമില്ല. ഈ അടുക്കളയിൽ ഈ ചെറിയൊരു കുഞ്ഞ് വർക്ക് ഏരിയയിൽ ഒതുങ്ങിക്കൂടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടോ അതോ ബോറടിക്കുന്നുണ്ടോ മടുപ്പാവുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അങ്ങനെ ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള വിധം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കടുക് പൊട്ടിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ സബോള ഇട്ട് ഒന്ന് നന്നായി വഴറ്റി, അങ്ങനെ അത് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് കളറ് മറ്റേ പച്ചമണമൊക്കെ മാറണ വരെ ഇളക്കിയും കൊണ്ട് നിൽക്കുക. കഴിഞ്ഞാൽ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഡ്രൈ ആയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരില്ലേ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കുക. ഇത്തിരി പുളിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഉപ്പിടണം കേട്ടോ. സബോളയിൽ നമ്മൾ വഴറ്റുമ്പോൾ ഒത്തിരി ഉപ്പിട്ടിട്ട് വേണം സബോള വഴറ്റാൻ. അത് ചമ്മന്തിക്ക് പാകമായിട്ടുള്ളത് ഇട്ടോളാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെച്ചെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ ചേർത്തോളാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഒന്ന് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ കൂട്ടാനൊന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ടേ. സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നലെ മുടക്കായിരുന്നു കൃഷ്ണ ജയന്തി അങ്ങടെ എന്തല്ലായിരുന്നു. അപ്പോൾ അത് മുടക്കായി കാരണം ഇന്ന് മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഒന്ന് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ ഉണ്ണിമോൾക്ക് കൂട്ടാൻ കൊടുത്തേക്കണത്. പിന്നെ ആ ചമ്മന്തി ലേശാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങടെ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചു. ഈ ഗ്യാസ് അടുപ്പാട്ടാണ് നന്നായി കത്തണം. അപ്പുറത്തെ അടുപ്പ് കത്തണ തന്നെ ഇല്ല, ചെറുതായിട്ട് കത്തണുള്ളൂ. അങ്ങനെ അതങ്ങോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പുളി ഇടണം, പിന്നെ വേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. വേപ്പിൻ്റെ ഇല ഇവിടെ ഇല്ല, ഉള്ളത് ആകെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അത് കാരണം ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എവിടെയും പോയാലും വേപ്പിൻ്റെ ഇല തരൂല. എന്നാൽ ചൊവ്വാഴ്ച അല്ലേ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയും. ആകെ കൂടി പോകണത് ഞാൻ വെള്ളത്തിന് പോകില്ലേ, ശാരദേച്ചി എന്നാ പറയട്ടെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ദീപികയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞാൻ പോവുക വേപ്പിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ അവർ വെള്ളി ചൊവ്വൊന്നും വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ മോൾക്ക് കൊടുത്തുട്ടാ ചായയൊക്കെ. കുട്ടികൾ രണ്ടാളും ഫൈസിയും കുഞ്ഞോളും നീച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ മുരിങ്ങയുടെ ഇല തൂമിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി മിളക് കൂടണ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല മിളകാണല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അന്ന് ലേശം ഞാൻ ചമ്മന്തിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതായിട്ട് ഞാൻ കൂട്ടാനിലേക്ക് വെച്ചേക്കണത് അത്ര വലിയ എരിവൊന്നും ഇല്ലാത്ത മിളകാണ് കേട്ടോ.
അപ്പോൾ പാകത്തിന് എരിവൊക്കെ കൂട്ടുക. അപ്പോൾ ഞാൻ എരിവൊക്കെ കുറച്ച് കൂട്ടാം. എനിക്ക് ആദ്യമൊക്കെ നല്ല എരിവും വേണം, പക്ഷേ കൂട്ടാനൊക്കെ കുറേശ്ശെ ഒഴിക്കുള്ളൂ. ചോറിലായാലും എന്തായാലും കൂട്ടാനൊക്കെ ലേശം വേണ്ടയ്ക്ക്. ഇവിടെ കൂട്ടാൻ കൂട്ടുന്ന ആൾ ഇതാ നിൽക്കണു, ചായ കണ്ട ചൂടാക്കണ്. ആൾക്ക് നല്ലോണം കൂട്ടാൻ വേണം കേട്ടോ. അങ്ങനെയാണ് ഇക്ക. അങ്ങനെ ഉണ്ണിമോളുടെ മുടി കെട്ടുകയാണ്. ആകെ 2 കൈയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടാ. കൂട്ടാൻ ഒരാളെ കൈ സഹായം ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ണിമോള് വന്നിട്ട് ഉണ്ണിമോൾക്ക് ചെറിയ ചീത്തൊക്കെ കേട്ടിട്ടായിട്ട് ഇരിക്കണത്. എന്താ വെച്ചെങ്കിൽ അവൾ വന്നിട്ട് 7 മണിയാകുമ്പോഴാണ് നീച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് ആകെ 2 കൈയുള്ളൂ, ഇന്ന് നേരത്തെ നീച്ചിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തെന്ന് ഓൾറെഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. അപ്പം എനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിട്ടായിരിക്കും. സമാധാനം ഉണ്ടായിരുന്നില്ല. സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒക്കെ ഇത്തിരി ചൂടാവൊക്കെ ചെയ്തു കേട്ടോ. അവൾ ചായയുടെ കടി ആയില്ലേ ചോദിച്ചിട്ട് നിൽക്കുകയാണേ. എനിക്കൊക്കെ കൂടിയിട്ട് പെറ്റണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അനക്കൊന്ന് നേരത്തെ നീച്ചിട്ട് ഉമ്മച്ചീനെ സഹായിച്ചു തന്നൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. അല്ലെങ്കിൽ തന്നെ ഉമ്മച്ചിക്ക് വയ്യ, നല്ല തലവേദന ഉണ്ടൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ആകെ വിഷമമായി. പിന്നെ പോകുമ്പോഴേക്കും ഉമ്മൊക്കെ തന്ന് കണ്ണൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയത്. അത് കണ്ടപ്പോൾ എനിക്ക് ആകെ സമാധാനം ഇല്ലാണ്ടായിട്ടാണ്. അങ്ങനെ പെട്ടെന്നുള്ള വിഷമം കൊണ്ട് ഓരോന്നും പറയുകയും ചെയ്തു. പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു വിഷമമായിട്ടൊക്കെ. പിന്നെ എന്താ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടാ. പിന്നെ പോകുമ്പോൾ ഞാനൊരു ഉമ്മക്ക് കൊടുത്തിട്ടാട്ടോ അവളെന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ ഇക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവളിത് പോവാണ്. അപ്പോൾ ഇക്കടെ കയ്യിൽ നിന്ന് ഇത്തിരി 5 ഉറുപ്പ്യ എത്ര ഇങ്ങോട്ട് കൊടുത്ത് തോന്നുന്നുണ്ട്. എന്തെങ്കിലും മേടിച്ചോ പറഞ്ഞിട്ടേ, മുട്ടായി എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ മേടിച്ചത് സിപ്പപ്പാട്ടാ. അത് ഞങ്ങൾക്ക് 3 ആൾക്കും മേടിച്ചിട്ട് വന്നേക്കണം. ഉപ്പിച്ച് പിന്നെ കഴിക്കില്ല എന്ന് അവൾക്ക് അറിയാം. അത് കാരണം ഇക്കും പിന്നെ കുഞ്ഞോൾക്കും പൈസയ്ക്കും വാങ്ങി കൊടുന്നിട്ട് അവൾ എന്ത് മേടിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് തരാണ്ട് കഴിക്കില്ല കേട്ടോ അവൾ. അപ്പോൾ അവൾ അങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി. 2 ആളും പോയിട്ടോ. ഞാൻ ആ തിക്കും തിരക്കൊന്നും വീഡിയോ എടുത്തില്ല, ഭയങ്കര ഒരു ബഹളമായിരുന്നു. അങ്ങനെ കുടുത വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ. അപ്പോൾ നന്നാക്കി തന്നില്ല കേട്ടോ വിജയേട്ടന് കൈ കൊണ്ട് വയ്യാത്തരെ. അപ്പോൾ ഇക്ക എന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടേട്ടാ മീൻ നന്നാക്കാൻ നിൽക്കണ്. കുറേ നേരമായി നന്നാക്കി എടുത്ത് ചോദിക്കുന്നു. എന്താ വെച്ചെങ്കിൽ ഏത് നന്നാക്കി എന്നിട്ട് വേണം ആ റോട്ടിൽ പോയിരിക്കാനേ. മറ്റേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരേനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കച്ചവടത്തിന് പോയിട്ടില്ല കേട്ടോ, നാളെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ തൊലി പൊളിക്കാനാണ് നോക്കണത് കൂടുതലേ, അതങ്ങോട്ട് പറ്റണമില്ല. അപ്പോൾ ഞാൻ പറയാം അത് പൊളിക്കണ്ടക്ക, അത് കൂട്ടാൻ വെച്ച കുഴപ്പമൊന്നുമില്ല, അത് തൊലി കളയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ. ഞാനാ വെച്ചെങ്കിലോ ഇതിപ്പോൾ ഞാനാ നന്നാക്കണ വെച്ചെങ്കിൽ ആകെ കുളമാവും കേട്ടോ. അത് മീനിൻ്റെ ആകെ പൊടുന്നനാവും. അപ്പോൾ ഈ വിജയേട്ടനൊക്കെ നല്ല അലുവ കഷ്ണം പോലെ നന്നാക്കി തരും കേട്ടോ. നമുക്കൊന്നും അറിയണില്ല, ഇക്കാക്ക് തീരെ അറിയണില്ല കേട്ടോ. എന്നാലും ഇക്കാടെ കഴിവിൻ്റെ പരമാവധി മീൻ അടിപൊളിയായിട്ട് നന്നാക്കി തന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇക്ക പറയണത് എന്താ വെച്ചെങ്കിൽ എന്താ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല അലുവ കഷ്ണം മാതിരിയാണ് നുറുക്കുക. എനിക്കൊന്നും അറിയണില്ല, ഇങ്ങനെയൊക്കെ മതിയില്ല, ആൾക്കാർ കളിയാക്കുമോ എന്നെ എന്നൊക്കെ ചോദിക്കട്ടേക്ക. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ പൂച്ചകൾ നോക്കിയിരിക്കുന്നു. കരച്ചിലാട്ടോ പൂച്ചകൾ. ഒരു തൊഴിലുമില്ല മീൻ നന്നാക്കണ കണ്ടിട്ടേ. അപ്പോൾ ഇക്ക ലാസ്റ്റ് മീനിൻ്റെ തലയും ഓരോന്നും മീനിൻ്റെ തല എടുത്തപ്പോൾ ഇക്കാക്ക് നന്നാക്കാൻ പറ്റണില്ല. ആ തലയൊക്കെ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടേക്ക. അങ്ങനെ ഇവിടെ പൂച്ചയ്ക്കും പട്ടിക്കും ഒരു ക്ഷാമമില്ല, നിറച്ച് പട്ടിയോളാണ്. എൻ്റെ ഉണ്ണി പറയണേക്ക ഗൾഫിലൊന്നും പട്ടിയോളേ ഇല്ലയെന്ന്. പൂച്ചോളുണ്ട് ഇത്ര, പട്ടിയോളൊന്നും ഇല്ലയെന്ന് അവൻ പറയണ കേട്ടോ. ഇവിടെ ആണെങ്കിലും എവിടെ നോക്കിയാലും റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പട്ടിയോൾ തന്നെ ഉള്ളൂ. അങ്ങനെ അവൻ അന്നൊരു ദിവസം എൻ്റെ അനിയത്ര വീട്ടിലേക്ക് പോകുമ്പോഴേ നിറച്ച് പട്ടിയോൾ കണ്ടപ്പോൾ അവൻ അങ്ങനെ പറയുക ഗൾഫിലൊന്നും ഒരു പട്ടിയോളും ഇല്ല അങ്ങനെയൊക്കെ പറയാട്ടോ. അതാട്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ കണ്ടില്ല, തല നന്നാക്കാൻ അറിയണില്ല ആൾക്ക്. അപ്പോൾ അതൊക്കെ പിച്ചി പൊളിച്ചിട്ട് ഇതാ പൂച്ചോൾക്കും അവിടെ ലാസ്റ്റ് ഒരു പട്ടി വന്നിട്ട് പട്ടിയാണോ നായയാണോന്ന് അറിയില്ല, ഒരു പട്ടിയോട് വന്നിട്ടുണ്ട്. ഇതാ വരുന്നു, ആ നായയാണ് കേട്ടത്. അപ്പോൾ അതിന് പേടിച്ചിട്ട് പൂച്ചോള് നല്ല മാന്ത് വന്നിട്ടാ. പട്ടിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോയപ്പോൾ ഒക്കെ ആ അറ്റത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കണ്ട ഇത്തിരി ഡീസൻറ്റ് പട്ടി തന്നെയാണ് കേട്ടോ. ആക്രാന്തൊന്നും ഇല്ല, വല്ലാണ്ട് ഇതായിട്ട് നിൽക്കണില്ല. പൂച്ചോളാണ് ഭയങ്കര ശല്യം. അങ്ങനെ അതൊക്കെ കഴുകാതെ മീനാറിയിട്ടൊരു ഭാഗമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് പിന്നെ ആ സ്ക്രബൊന്ന് നന്നായി കഴുകിയിട്ടൊക്കെ അങ്ങോട്ട് വെടുപ്പാക്കി എടുത്തു. അപ്പോൾ ആ മണമൊക്കെ അങ്ങോട്ട് പോയിട്ട് ആകെ മീനാറിയിട്ട് അങ്ങനെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി. പിന്നെ നമ്മുടെ അടുത്ത് വിനാഗിരി എന്ന് പറയാം, ഞാൻ സുർക്കാന്നാണ് പറയാട്ടോ. അതൊക്കെ ഇട്ട് കഴുകാച്ചെങ്കിൽ നമ്മളവിടെ ഇല്ല കേട്ടോ അത്. അങ്ങനെ ഒരു വിധം അങ്ങോട്ട് ക്ലീനാക്കി എടുത്തു. പിന്നെ കൂട്ടാൻ വെക്കണ്ട, മീൻ പൊരിക്കാനുള്ളത് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ആവോലി മുള്ളന തോന്നുന്നുണ്ട് കേട്ടോ. അതിന് പേരും
അത് പൊരിക്കാതിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഇനി നാളെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ഇത് കായം പരത്തി വെക്കാം. വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം എടുത്ത് പൊരിക്കാമല്ലോ വെച്ചിട്ട് മസാലയൊക്കെ പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടോളി. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊന്നും ലൈക്ക് ചെയ്യണില്ല, അതാണ് എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ ഇനി എന്താ, എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഈ മുറ്റടി, പാത്രം കഴുകൽ, മീൻ നന്നാക്കൽ, അടിച്ചു വരൽ, തുടക്കൽ, കോരൽ, ഇത് തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് എന്താ പിന്നെ എൻ്റെ ഈ വളവളാന്നുള്ള സംസാരം. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വീഡിയോയിൽ പറയും. കഴിഞ്ഞ കാര്യങ്ങളും ഞങ്ങളുടെ ചെറുപ്പകാര്യങ്ങളും പിന്നെ ഞങ്ങൾ എങ്ങനെ വളർന്നു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. അല്ലാണ്ട് നമുക്ക് പുറമെ പോയി പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒന്നാമത് അതിനൊക്കെ ഭയങ്കര മടിയാട്ടോ. എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയണ പോലെ പബ്ലിക്കായിട്ട് നമുക്കൊന്നും വീഡിയോ എടുക്കാനും സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചെങ്കിലേ ഉപ്പ കാണിക്കണത് കുരങ്ങന്മാരെ കളിയാട്ടോ. എത്ര കുരങ്ങന്മാരെ വന്നേക്കണം. ഉപ്പ വെച്ചെങ്കിലോ ചവണെടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്, കല്ലടിച്ചിട്ട് ഇങ്ങനെ എറിയാട്ടോ. അപ്പോൾ അവിടെ ഷാജിക്ക പറഞ്ഞൊരു ഇക്കാകുണ്ട്, അതിങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം അവിടെ നല്ല ചവണ കൊണ്ട് കല്ലെടുത്ത് എറിയില്ല. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് ഗ്യാസ് അടുപ്പുമ്മ വെച്ചിട്ടാണ് ഞാൻ ഉപ്പ കാണിക്കുന്നതൊന്ന് വീഡിയോ എടുക്കാൻ പോയത്. അപ്പോൾ വരുമ്പോഴത്തേനും ചട്ടി നന്നായി ചൂടായി. മീനിങ്ങനെ കുറച്ച് ആവോലി മുള്ളുണ്ടായിരുന്നു, അത് പൊരിക്കാം. പിന്നെ മറ്റേത് അങ്ങോട്ട് കായം പരത്തി വെക്കാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെന്താ വെച്ചെങ്കിലേ എനിക്ക് നാളേരും പൊളിക്കാൻ തീരെ അറിയില്ല കേട്ടോ. ഇതിപ്പോൾ ഇനി കണ്ടിട്ട് ഇങ്ങനെ തള്ളു പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ നാളേരം അങ്ങനെ പൊളിക്കാറില്ല. എന്താ വെച്ചെങ്കിൽ ഒക്കെ ഉപ്പയാണ് ചെയ്ത് തരാറ്. ഇപ്പം നമ്മൾ വീട് വെച്ചുകൊടുത്ത് ആദ്യം തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കായ്ക്കണ ഒരു തെങ്ങാട്ടോ. 100 തേങ്ങയൊക്കെ കിട്ടും തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഉപ്പയാണ് എല്ലാം ചെയ്ത് തരിക. അതായത് എൻ്റെ ഇക്കാട് ഉപ്പ ഉപ്പയാണ് ഇട്ടേക്ക് നാളേരം പൊളിച്ച് തരിക. ഒക്കെ ഉപ്പ ഇവിടെ ഉണ്ടാവില്ല. ഉപ്പ പണിക്കൊന്നും പോകാണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഉമ്മയ്ക്കാണ് ഇല്ലാത്തത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പയാണ് നാളേരം പൊളിച്ച് തരലും. പിന്നെ ഞാൻ പൊളിക്കുകയില്ല കേട്ടോ. പിന്നെ ഇക്ക ഉണ്ടെങ്കിൽ ഇക്കാനെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യിക്കുക. ഇതിപ്പോൾ ഒരു ദിവസം ഞാൻ പൊളിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചിരിച്ച് ചാവും. അങ്ങനെ എത്ര വട്ടപ്പം ഇന്ത്യക്ക് നിലത്ത് വീണമെന്നറിയോ. തീരെ പറ്റണില്ല നാളേരം പൊളിക്കാൻ. ഒരു 2 കൈ വേണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പഠിച്ചോനെ എന്താ വായോണ്ടൊക്കെ പൊളിക്കണവരുണ്ട്, കൈ കൊണ്ട് പൊളിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതുമ്പോൾ പൊളിക്കാനേ പറ്റണില്ല കേട്ടോ. ഭയങ്കര അംഗം. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാനും കളിയാക്കിയിരുത്. ഞാൻ തള്ളു പറയല്ലേ, എനിക്ക് നാളേരം പൊളിക്കാൻ ഭയങ്കര പറ്റില്ല, അറിയില്ല. ഇപ്പോൾ ഇതാ കുറേശ്ശെ പൊളിച്ചുവിട്ടു. അങ്ങനെ കുറേ നേരം എടുത്തിട്ടാണ് 2 നാളികേരം പൊളിച്ചിട്ടാ. അങ്ങനെ ഇക്കാലത്ത് പറഞ്ഞപ്പോൾ ഇന്ന് ഉച്ച ഇരുന്നിട്ട് ഇന്ന് ഒരു 5 എണ്ണം പൊളിച്ച് വെച്ച് തന്നിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ വേദനിക്കുകയാണേ. അപ്പോൾ ഇക്കണൊക്കെ പൊളിച്ച് തരാറേ. പിന്നെ അപ്പോൾ 5 എണ്ണം പൊളിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മറ്റന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ചകിരി നാളേരം പൊളിക്കുന്നുണ്ടെങ്കിൽ ചകിരിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടോ ഇപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ നാളേരം പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ വോയിസ് പറയണതിൻ്റെ ഒപ്പമല്ല കേട്ടോ വീഡിയോ പോണത്. എന്താണെന്നറിയില്ല, നെറ്റിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ട് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. എന്താണ് ഒരു മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നാളേരം പൊളിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ പണി ചെയ്യണത് എന്താ കായം പരത്തി വെക്കുകയാണ്. മീൻ പൊരിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഒക്കെ മസാല പരത്തി വെക്കട്ടെ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും. പിന്നെ ഇത്തിരി ചെറുനാരങ്ങയൊക്കെ പിഴിയണമൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നന്നായി മസാല ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ പൊരിച്ച നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. എല്ലാ ഉപ്പും മുളകും ഒക്കെ അങ്ങോട്ട് പിടിച്ചോളും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇക്ക ചോറ് കഴിക്കാൻ വന്നു കേട്ടോ. ഞാൻ മസാല പരട്ടുമ്പോൾ ഇക്ക ക്ലബ്ബിൽ പോയിരുന്നിട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇക്ക അങ്ങോട്ട് വന്നു. അങ്ങനെ ഇക്ക തന്നെ ചോറെടുത്ത് കഴിക്കാട്ടോ. വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിളമ്പി തരുന്ന വെച്ചപ്പോൾ വേണ്ട. ഇനിയിപ്പോൾ ഞാൻ വിളമ്പണ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും ഇത്രയും പോത്ത് പോലത്തെ പെണ്ണുണ്ടായിട്ട് ഞാൻ തന്നെ ചോറ് വിളമ്പണ കണ്ട. അപ്പോൾ ഇക്കൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒക്കെ വിശന്ന് കഴിഞ്ഞൊക്കെ ചോറെടുത്ത് കഴിക്കും. വിളമ്പി തരണം, മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തരണം, അങ്ങനെയുള്ളൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുക്കറും പാത്രം അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കും. അതിനിപ്പോൾ എന്താ ഗൾഫിലൊക്കെ ഇങ്ങനെയാണ്. ഇത്ര ഗൾഫിലേക്ക് പോവാത്ത ആളാട്ടോ. ആൾ പറയുകയാണേ ഗൾഫ് പോയിട്ടേ ഇല്ല, ഗൾഫിലേക്ക് പോകാനൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ പറയാം അതിനിപ്പോൾ എന്താ വാക്ക് എടുത്തോ, ഈ വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഗൾഫിലുള്ളവർ ഇങ്ങനെയാണ്. ചോറ് വെച്ച ചോറും ചെമ്പും കൂട്ടാൻ വെച്ച കൂട്ടാൻ പാത്രമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്ര ചോറ് കഴിക്കാം. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ തന്നെയാണോ ഉള്ളവർ, ഗൾഫിലുള്ളവരൊക്കെ കമൻറ്റ് ഇടേട്ടാ. അങ്ങനെ ഇക്ക അവിടെ നിന്ന് ചോറിനുണ്ട്. ആ നേരം കൊണ്ട് ആ വശമൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ അടുപ്പം തറൊക്കെ തുടച്ച് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ നിലമൊന്നും തുടച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നിലമൊക്കെ തുടയ്ക്കണം, ചോറ് കഴിക്കണം.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് ഡെയിലി വീഡിയോ ഇടാനൊക്കെ നോക്കാട്ടോ. വയ്യായും ഒന്നും ഇല്ലിച്ചെങ്കിൽ നമുക്ക് വീഡിയോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇടാട്ടോ. അങ്ങനെ അടുപ്പന്താറൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി അതുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിട്ടാ. പിന്നെ നിലം തുടയ്ക്കല്ലേ വേണ്ടോ. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ തുടക്കൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ സമാധാനമായി. പിന്നെ ഉച്ചയിരുന്നത്തെ പണി ചായ വയ്ക്കൽ, കുട്ടികൾക്ക് ചായ കൊടുക്കൽ, പിന്നെ ആ പാത്രം കഴുകൽ, വെള്ളത്തിന് പോക്ക്, അതന്നെ ഈ പണി തന്നെ. നേരം വെളുത്ത അന്ത്യോളം പണി തന്നെ കേട്ടോ. എന്താ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.